വരുന്നത്. അപ്പോൾ പണ്ടേക്ക് പണ്ടേ ജനങ്ങളുടെ ഈ ആശയങ്ങൾക്കുമായിട്ട് ഒരുപാട് ആശയങ്ങൾ, ഞങ്ങൾക്ക് ആശയങ്ങൾ മുഴുവൻ തരുന്നതിൻ്റെ ഒരു ഐഡിയ ബാങ്കാണ് സാർ എന്ന് പറയുന്നത്. നമ്മുടെ കോളേജിന്റെ ഈ വികസന പ്രവർത്തനങ്ങളിലെല്ലാം തന്നെ സാറിന്റെ കയ്യൊപ്പുകൾ മാത്രമാണ് കാണാൻ. ഞങ്ങൾ അതിനകത്തൊരു ചെറിയ ചാലക ശക്തികളായിട്ട് വർത്തിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. എല്ലാത്തിനും മാർഗനിർദ്ദേശം ചെയ്യുന്ന സാറിനെ ഈ വേദിയിലേക്ക്, നമ്മളുടെ ഇന്ന് സ്വാർത്ഥകമാകാൻ പോകുന്ന നാട്ടെഴുത്തിലേക്ക് ഞാൻ സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. അടുത്തായിട്ട് നമുക്കിവിടെ ഉദ്ഘാടനം ചെയ്യാൻ എത്തിയിട്ടുള്ള മഹനീയ വ്യക്തിത്വത്തെയാണ്. നമ്മൾ പലതവണ നമ്മുടെ കോളേജിലെ NSSന്റെ ഭാഗമായിട്ടുള്ള പല പരിപാടികൾക്കും ടീച്ചറിനെ ക്ഷണിച്ചെങ്കിലും അപ്പോഴൊക്കെ ടീച്ചറിന് പല അത്യാവശ്യ ഘട്ടങ്ങളായിട്ട് നമ്മളുടെ സംസ്ഥാനതല ക്യാമ്പിനൊക്കെ ഒരുപാട് തവണ ഞങ്ങൾ ശ്രമിച്ചാണ്. പക്ഷെ അപ്പോഴൊന്നും വരാൻ പറ്റില്ല. പക്ഷേ ഒരു ദൈവ നിയോഗമായിരിക്കാം ഇതുപോലെ നമ്മുടെ കോളേജ് ഒരു ഉത്സവ ലഹരിയിൽ നിൽക്കുമ്പോൾ, ഗ്രാമിക എന്നുള്ള ജനകീയ പങ്കാളിത്ത വേദിയിൽ നിൽക്കുമ്പോഴായിരിക്കാം ടീച്ചറിനെ ഇവിടെ വരാനായിട്ട് ദൈവം നിയോഗിച്ചത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതുപോലെ നമ്മൾ ഒരു ഉത്സവ ഛായയിൽ നിൽക്കുന്ന ഈ അവസരത്തിൽ ടീച്ചർ എത്തിച്ചേർന്ന ടീച്ചറിനെ പറ്റി പറയുമ്പോൾ നിങ്ങൾക്ക് ഒരുപക്ഷെ എല്ലാവർക്കും അറിയാവുന്ന കുറച്ച് വ്യക്തിത്വങ്ങൾ ഉണ്ടെങ്കിലും എന്നെ പോലെ തന്നെ എനിക്ക് വളരെ അഭിമാനമാണ്. ടീച്ചറും ഒരു മലയാള അധ്യാപികയാണ്. അതായത് മഹാരാജാസ് കോളേജിലെ ബിരുദ പഠനവും കേരള യൂണിവേഴ്സിറ്റിയിലെ ബിരുദാനന്തര ബിരുദവും അതിനുശേഷമുള്ള PhD വർക്കുകളും ഒക്കെ CV-യുടെ ചരിത്രത്തിലൂടെ ഒക്കെ കടന്നു പോകുമ്പോഴും ഒക്കെ ആ മലയാള അധ്യാപിക 2008 തന്റെ ജോലി രാജിവെക്കുകയും പിന്നീട് ഒരു സ്ത്രീ ശാക്തീകരണം ഒക്കെ ലക്ഷ്യമാക്കി മുന്നിട്ടിറങ്ങുകയും ഇന്ന് നമുക്കെല്ലാം അനുകരിക്കാവുന്ന ഒരു മാതൃകയായിട്ട് മാറുകയും ചെയ്തു. ഇത് മാത്രമല്ല, ടീച്ചറിനെ സംബന്ധിച്ച് 2010 മുതൽ 2016 വരെയുള്ള കാലഘട്ടങ്ങളിൽ രാജ്യസഭാ അംഗമായിട്ട് ടീച്ചർ പ്രവർത്തിച്ചിട്ടുണ്ട്. ഈ ഒരു അവസരത്തിൽ ടീച്ചറിനെ നമുക്ക് കിട്ടിയത് നമുക്കൊരു ഭാഗ്യമായിട്ട് കരുതുകയും ഇതോടൊപ്പം ഇവിടെ എത്തിച്ചേർന്ന ടീച്ചറിനെ ഏറെ സ്നേഹാദരങ്ങളോടെ നമ്മുടെ ഈ നാട്ടെഴുത്തിലേക്ക് സാദരം ക്ഷണിക്കുകയും ചെയ്തു. അടുത്തായിട്ട് നമ്മളുടെ സന്തത സഹചര്യം, എന്റെയൊക്കെ ചെറുപ്പം മുതലേ ഞാനൊക്കെ അനുകരിക്കുന്ന ഒരു വ്യക്തിത്വമായിട്ടുള്ള അനിൽകുമാർ സാർ അവരുടെയാണ്. പ്രകാരമൊക്കെയാണ് ഞങ്ങളുടെയൊക്കെ വ്യക്തി ജീവിതത്തിൽ ഒരുപാട് സ്വാധീനം ചെലുത്തിയിട്ടുള്ള ആളാണ്. അതിലുപരി നല്ലൊരു മനുഷ്യ സ്നേഹിയാണ്. സാറിനെ ഈ അവസരത്തിൽ NSSന്റെ പേരിലും വ്യക്തിപരമായ പേരിലും ഞാൻ ഈ യോഗത്തിലേക്ക് സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. അടുത്തായിട്ട് നമ്മളുടെ വാർഡ് മെമ്പറാണ്. നമുക്കറിയാം, നമ്മൾ സജീവമായിട്ട് നമ്മുടെ വാർഡുകളിൽ ഇപ്പോൾ ഓരോ വീടുകളിലേക്കും നമ്മുടെ കുട്ടികൾ കയറി ചെല്ലുമ്പോൾ സ്വന്തം വീടുകളിലോട്ട് കയറി ചെല്ലുന്ന രീതിയിൽ ഈ 9ാം വാർഡ് മുഴുവൻ അവരുടെ സ്വന്തം വീടായിട്ട് മാറുന്ന രീതിയിലേക്ക് നമ്മുടെ NSS വോളണ്ടിയേഴ്സിന് കഴിയുന്നുണ്ട്. അവരുടെ വീടുകളിൽ ഓറഞ്ച് കഴിക്കുമ്പോഴും അവരുടെ വീട്ടിലെ ഓരോ ഫലങ്ങൾ നിൽക്കുമ്പോഴും അവിടുത്തെ ഓരോ അപ്പച്ചന്മാരും അമ്മച്ചിമാരും നമ്മുടെ പിള്ളേരെ തിരക്കി അവർക്ക് കൊണ്ടുകൊടുക്കാനുള്ള മനസ്സ് കാണിച്ച് ഇങ്ങനെ നിരന്തരമായിട്ട് ഒരു നമ്മുടെ മലയാളം സെന്റ് മേരീസ് കോളേജ് ഒരു കണക്കിന് നമുക്ക് അഭിമാനിക്കാം. ഒരുപക്ഷെ കോളേജിൽ പഠിച്ചിരുന്ന ഈ കോളേജിൽ തന്നെ പഠിച്ചിരുന്ന വ്യക്തിയാണ്. ആ പഠിച്ചിരുന്ന കാലഘട്ടങ്ങളിൽ ഇത്രയും നേരം ഈ കോളേജിൽ ഉണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. കാരണം പക്ഷെ ഇപ്പോഴാണ് കൂടുതലായിട്ടും കോളേജിലോട്ട് കടന്നത്. നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും നമ്മുടെ മുന്നിട്ടിറങ്ങുന്ന ശ്രീമാൻ ബിജു തോമസ് അവരുകളെ ഈ നാട്ടെഴുത്തിന്റെ ഈ വേദിയിലേക്ക് സാദരം ക്ഷണിച്ചുകൊള്ളും. അതുപോലെ തന്നെ ഇവിടെ എത്തിച്ചെന്ന പൂർവ്വ വിദ്യാർത്ഥികളെ എല്ലാവരെയും ഒറ്റ വാക്കിൽ സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നമ്മുടെ ഇന്നത്തെ വിശിഷ്ടാതിഥി ഏറെ ബഹുമാന്യായ ഡോക്ടർ TN സീമ അവർ, മെനിച്ചിലാർ മീനന്തിലാർ കുടൂരാർ പദ്ധതി കൊണ്ട് കോട്ടയത്തിൻ്റെ മുഖച്ഛായ തന്നെ മാറ്റിയിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട അഡ്വക്കേറ്റ് അനിൽകുമാർ, വാർഡ് മെമ്പർ ബിജു തോമസ്, NSS പ്രോഗ്രാം ഓഫീസർ മഞ്ജുഷ, ഷെറിൻ സാർ, അതുപോലെ നമ്മുടെ ഹരിതകല മിഷനിലെ പ്രവർത്തകർ, ബഹുമാനപ്പെട്ട മാനേജർ വന്നുകൊണ്ടിരിക്കുന്നു, മാനേജർ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ, അധ്യാപകർ, സുഹൃത്തുക്കളെ, വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഞാനത് അവസാനിപ്പിച്ചോളാം. മാഡത്തിന് ഇവിടുന്ന് പോകാൻ വളരെയധികം പറഞ്ഞു. നമ്മുടെ കോളേജിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഒരു സുദിനമാണ്. മാനേജറിനെ ഏറെ ആദരവോടെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നൊരു സുദിനമാണ്. കാരണം നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഒരുപാട് വർഷങ്ങളായി ചെയ്തുകൊണ്ടിരിക്കുന്ന പലതരം പ്രവർത്തനങ്ങളുടെ ഒരു സംസ്ഥാനതല പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന വ്യക്തിത്വം നമ്മുടെ കോളേജിൽ എത്തിയിരിക്കുകയാണ്. ഒരുപക്ഷെ ഈ കോളേജിനെ സംബന്ധിച്ച് 10-20 വർഷങ്ങളായിട്ട് പല ഇന്ന് വെള്ളം, വൃത്തിവിളവ് എന്ന് പറയുന്ന എല്ലാ മേഖലകളിലും വളരെ സമഗ്രമായിട്ടുള്ള തന്നെ പരിപാടികൾ നമ്മൾ നടത്തി വന്നിട്ടുണ്ട്. അവയൊക്കെ പല തലങ്ങളിലും ഒരുപക്ഷെ കോളേജിൻ്റെ ഉള്ളിലോ ചുറ്റുപാടോ ഒക്കെ ആയിട്ട് ചുരുങ്ങി നിന്നിരുന്നുവെങ്കിൽ ഇന്ന് നമുക്കത് സംസ്ഥാനത്ത് എല്ലാവരും ഏറ്റെടുത്ത് നടത്തുന്ന കാഴ്ചകളാണ്. നമ്മളെല്ലാം നല്ല എങ്കിൽ കൂടി അത് ഏറ്റെടുത്ത് നടത്തുന്ന വലിയ മനോഹരമായ കാഴ്ചയും അവസ്ഥയുമാണ്.
കോളേജ് ഈ കഴിഞ്ഞ 4 വർഷമായി കോളേജ് സ്ഥിതി ചെയ്യുന്ന മണർകാട് ഗ്രാമപഞ്ചായത്തിൻ്റെ 9ാം വാർഡിൽ കെയർ ഷെയർ ലേൺ എന്ന പേരിൽ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളെ NSS NCC തുടങ്ങി കോളേജിലെ എല്ലാ സംഘടനകളും സംവിധാനങ്ങളും അവരുടേതായ രീതിയിലുള്ള ഇടപെടലുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ നാട്ടുകാരുടെ മുഴുവൻ ഒരു ഉത്സവമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒരു വർഷം കൊണ്ട് തന്നെ ഈ വലിയ സംരംഭം. അതിലേറെ സന്തോഷമുണ്ട്. ഇന്നിവിടെ NSS ചെയ്ത ആ പദ്ധതിയുടെ ഭാഗമായി തന്നെയാണ് ചെയ്തത്. കഴിഞ്ഞ ഓണക്കാലത്ത് നടന്നിരുന്ന ക്യാമ്പിൻ്റെ ക്രിസ്മസ് കാലത്ത് നടത്തുന്ന ക്യാമ്പിൻ്റെ ഭാഗമായി ഈ നാട്ടിലുള്ള ആളുകളുടെ രചനകൾ ശേഖരിക്കപ്പെടുകയും അവയെ എഡിറ്റ് ചെയ്ത് ഒരു പുസ്തക രൂപത്തിലാക്കി പബ്ലിഷ് ചെയ്യുകയും ചെയ്യുകയാണ് ചെയ്തത്. ഇതൊരു നമ്മുടെ നാടിനെ സംബന്ധിച്ചൊരു പുതിയ സംരംഭമാണ്. നാട്ടിൽ ആരും അറിയപ്പെടാതെയുള്ള ഒരുപാട് പേരുടെ രചനകളെ സാഹിത്യ രചനകളെ ഇവിടെ വന്ന് നമ്മുടെ ഈ ചടങ്ങിന് സാന്നിധ്യമരളി നമ്മളെ അനുഗ്രഹിക്കുന്ന ഈ ബഹുമാന്യ വ്യക്തിത്വങ്ങളോടുള്ള നന്ദി ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. ആദ്യ പ്രതി ഏറ്റുവാങ്ങുന്നതിനായി പ്രശസ്ത എഴുത്തുകാരൻ മുരളി മേച്ചേരി അവരുടെ സ്വാഗതം ക്ഷണിച്ചുകൊള്ളുന്നു. കുടൂരാർ പുനർനദി സംയോജനത്തിൻ്റെ കോർഡിനേറ്ററുമായിട്ടുള്ള അഡ്വക്കേറ്റ് അനിൽകുമാർ, ബഹുമാനിയായിട്ടുള്ള മാനേജർ അച്ഛൻ ഫാദർ കുര്യാക്കോസ് കാലയിൽ, NSSൻ്റെ പ്രോഗ്രാം ഓഫീസർ മഞ്ജുഷ ടീച്ചർ, ഈ വാർഡിൻ്റെ മെമ്പർ, മണർകാട് പഞ്ചായത്തിൽ ഇത്തരം പ്രവർത്തനങ്ങൾക്ക് മാതൃകാപരമായിട്ടുള്ള നേതൃത്വം വഹിക്കുന്ന ശ്രീ ബിജു തോമസ്, പ്രിയമുള്ള വിദ്യാർത്ഥിനി സുഹൃത്തുക്കളെ, അനധ്യാപക സുഹൃത്തുക്കളെ, പ്രിയമുള്ളവരെ, മണർകാട് കോളേജിൽ ഡോക്ടർ പുന്നൻ കുര്യൻ സാറിൻ്റെ നേതൃത്വത്തിൽ നടത്തുന്ന പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ കോട്ടയത്ത് മാത്രമല്ല കേരളത്തിൻ്റെ വിവിധ ജില്ലകളിൽ ഹരിത കേരള മിഷൻ്റെ ഞങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള വിദഗ്ധോപദേശം നൽകുന്ന പുന്നൻ സാറിൻ്റെ സംഭാവനകളുമൊക്കെ വളരെ ബഹുമാനത്തോടെയും ആരാധനയോടെയാണ് ഞങ്ങളൊക്കെ കാണുന്നത്. പക്ഷെ കോളേജിൽ വരാനുള്ളൊരു അവസരം ഇതുവരെ ഉണ്ടായില്ല. ഞാൻ ടൈസിലും വന്നിട്ടില്ല. ഞാനിപ്പോൾ അനുവിനോടും അമ്മനോടും ഒക്കെ പറയുമായിരുന്നു, വളരെ വ്യത്യസ്തമായ രീതിയിൽ എത്രയോ കാലമായിട്ട് ഇന്ന് ഹരിത കേരള മിഷൻ പറയുന്ന വൃത്തി, വെള്ളം, വിളവ് എന്ന് പറയുന്ന ഈ 3 സന്ദേശങ്ങൾ പ്രായോഗികമായി നടപ്പാക്കുകയും ജനങ്ങളിലേക്ക് പകർന്നു കൊടുക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഡോക്ടർ പുന്നൻ കുര്യൻ സാറിൻ്റെയും അതുപോലെ തന്നെ മണർകാട് കോളേജിലെ NSS യൂണിറ്റിനുമൊക്കെ പ്രവർത്തനത്തിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം ഞാൻ ആദ്യമേ അറിയിക്കുകയാണ്. കോട്ടയം ഒരു വ്യത്യസ്തമായൊരു ചരിത്രം പരിസ്ഥിതി സംരക്ഷണത്തിൻ്റെ പ്രവർത്തനത്തിൽ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ എല്ലാ സ്ഥലങ്ങളിലും ചെന്ന് കോട്ടയത്തെ നോക്കി പഠിക്കാനായി ആവശ്യപ്പെടുന്നുണ്ട്. ഇവിടുത്തെ ജലസംരക്ഷണ പ്രവർത്തനങ്ങൾ 700 കിലോമീറ്ററിലധികം തോടുകൾ വീണ്ടെടുത്തുകൊണ്ട് 5000 ഏക്കർ കൃഷി വീണ്ടെടുത്ത വളരെ സവിശേഷമായിട്ടുള്ള പ്രവർത്തനം, പ്രളയരഹിതമായ ഒരു ജില്ല സൃഷ്ടിക്കുന്നതിനായി കുട്ടികളെയും എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള പ്രവർത്തനം, അത്തരത്തിൽ കഴിഞ്ഞ 3 വർഷമായി കേരളത്തിൽ നടക്കുന്ന ഹരിത കേരള മിഷൻ പ്രവർത്തനങ്ങളുടെ ഒരു പതാകവാഹകരായി കോട്ടയം ജില്ലയും അതുപോലെ തന്നെ അഡ്വക്കേറ്റ് അനിൽകുമാറും പുന്നൻ കുര്യൻ സാറും ഒക്കെ നേതൃത്വം കൊടുക്കുന്ന പ്രവർത്തനങ്ങളും മാറി എന്നതിൽ യാതൊരു സംശയവുമില്ല. NSS ഹരിത കേരള മിഷനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ഏറ്റവും സജീവമായിട്ടുള്ള പാർട്ട്നേഴ്സാണ്. എല്ലായിടത്തും അത് ഒരുപക്ഷെ MLA-മാരുടെ മുൻകൈയിലാകാം, അതല്ല എങ്കിൽ പഞ്ചായത്തുകളുടെ മുൻകൈയിലാകാം, അതല്ല എങ്കിൽ ഓരോ പ്രദേശത്തിൻ്റെയും സ്ഥാപനങ്ങൾ, വ്യത്യസ്തമായിട്ടുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ മുൻകൈയിലൊക്കെ തന്നെ NSSനെ അണിനിരത്തിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ ഇന്ന് കേരളത്തിൽ എവിടെയും കാണാൻ കഴിയും. ഹരിത കേരള മിഷൻ വിശ്വസിക്കുന്നത് വലിയ തരത്തിലുള്ളൊരു മനോഭാവ മാറ്റത്തിൽ കൂടി മാത്രമേ നമുക്ക് പരിസ്ഥിതിയെ ഇനി സംരക്ഷിക്കാൻ കഴിയുള്ളൂ. അത് വൃത്തിയുടെ കാര്യത്തിലായാലും ജല സംരക്ഷണത്തിൻ്റെ കാര്യത്തിലായാലും ശുദ്ധമായ ഭക്ഷണം സ്വയം സൃഷ്ടിക്കുന്ന പച്ചക്കറി കൃഷിയുടെയും ഒക്കെ തന്നെ അല്ലെങ്കിൽ നെൽകൃഷിയുടെ കാര്യത്തിലൊക്കെ മനുഷ്യൻ്റെ മനോഭാവത്തിൽ മാറ്റം വരേണ്ടതുണ്ട്. ആ മാറ്റം എവിടെ നിന്ന് തുടങ്ങണം എന്ന് ചോദിച്ചാൽ അത് വിദ്യാർത്ഥികളിൽ നിന്ന്, കുട്ടികളിൽ നിന്ന്, ചെറുപ്പക്കാരിൽ നിന്ന് തുടങ്ങണം എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു അനുഭവം. അതുകൊണ്ട് തന്നെ
ഹരിത കലാലയങ്ങളും ഹരിത വിദ്യാലയങ്ങളും എന്ന് പറയുന്ന ഒരു പദ്ധതി ഞങ്ങൾ ഹരിത വിദ്യാലയമാണ് ആദ്യം തുടങ്ങിയത്. ഹരിത കലാലയം അതിനുശേഷമാണ് ആരംഭിച്ചത്. എന്നാൽ എല്ലായിടത്തുനിന്നും വളരെയധികം തുറന്ന തരത്തിലുള്ളൊരു സമീപനം, വളരെ സ്വാഗതാർഹമായിട്ടുള്ളൊരു സമീപനം ഇതിൻ്റെ കാര്യത്തിൽ ഉണ്ടാകുന്നു എന്നുള്ളത് ഏറ്റവും നല്ലൊരു കാര്യം തന്നെയാണ്. അപ്പോൾ കുട്ടികൾ ഇനി വഴികാട്ടട്ടെ എന്നുള്ളത് തന്നെയാണ് ഹരിത കേരള മിഷൻ വിശ്വസിക്കുന്നത്. ഈ വർഷം ശുചിത്വ മാലിന്യ സംസ്കരണത്തിൽ വലിയ ഊന്നൽ നൽകിക്കൊണ്ട് കുട്ടികളിലൂടെ വീടുകളിലേക്കും സമൂഹത്തിലേക്കും സന്ദേശം എത്തിക്കുന്നതിനുള്ള പ്രവർത്തനം ഞങ്ങൾ ആരംഭിക്കുകയാണ്. തീർച്ചയായിട്ടും മണക്കാട് കോളേജിൽ ഉൾപ്പെടെ NSSൻ്റെയൊക്കെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ പ്രവർത്തനങ്ങൾ ഞങ്ങൾ ഏറ്റെടുത്തിട്ടുള്ള പദ്ധതിയെ പൂർണ്ണ വിജയത്തിലെത്തിക്കുവാൻ സഹായകമാകും. ഇവിടെ 9ാം വാർഡ്, ഞാനത് പ്രത്യേകം എടുത്തു പറയാൻ ആഗ്രഹിക്കുകയാണ്. വാസ്തവത്തിൽ കേരളത്തിൽ 1200-ലധികം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുണ്ട്. ആ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വം വഹിക്കുന്ന ജനപ്രതിനിധികൾ എല്ലാവരും ചേർന്ന് വിചാരിച്ചിരുന്നെങ്കിൽ ഈ കേരളം എന്നേ മാറിപ്പോയേനെ. പക്ഷെ പലരും വളരെ പരമ്പരാഗതമായിട്ടുള്ള വികസന ബോധത്തിലും അല്ലെങ്കിൽ പരിമിതമായിട്ടുള്ള താല്പര്യങ്ങളിലും മാത്രം കുടുങ്ങിക്കിടക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് പല കാര്യങ്ങളും പറയുമ്പോൾ ഏറ്റെടുക്കാനായിട്ട് ചില തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെങ്കിലും തയ്യാറാകാതെ വരുന്നത്. എന്നാൽ ഇവിടെ ശ്രീ ബിജു തോമസ് വളരെയധികം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികൾക്ക് മാതൃകാപരമായിട്ടുള്ള ഒരു കാര്യം ഇവിടുത്തെ കോളേജുമായി ചേർന്നുകൊണ്ട് ഇവിടെ നടക്കുന്നുണ്ട്. ഗ്രാമിക, എനിക്ക് തോന്നുന്നു മറ്റ് സ്ഥലങ്ങളിലുമൊക്കെ അനുകരിക്കാൻ പറ്റുന്ന പ്രവർത്തനം തന്നെയാണ്. NSS ഗ്രാമങ്ങൾ ദത്തെടുക്കുന്നൊരു രീതി എല്ലായിടത്തുമുണ്ട്. എന്നാൽ ഇത്തരത്തിൽ ഒരു വാർഡിൻ്റെ ആകെ സാംസ്കാരികവും സാമൂഹികവും സാമ്പത്തികവുമായ പ്രവർത്തനങ്ങളുടെ കൂടെ സഞ്ചരിക്കുകയും അവർക്ക് ആവശ്യമായ പിന്തുണാ സംവിധാനമായി മാറുകയും ചെയ്യുന്ന അനുഭവം ഏറെയൊന്നും കാണാൻ കഴിയില്ല. അപ്പം അതും ഹരിത കേരള മിഷനൊന്ന് മോഷ്ടിച്ച്, പേറ്റന്റ് നിങ്ങൾക്കായിരിക്കും, എന്നാലും ഇതൊന്ന് ഞങ്ങൾ തീർച്ചയായിട്ടും മറ്റു സ്ഥലങ്ങളിലേക്ക് കൂടി പകർത്താൻ ശ്രമിക്കും എന്ന് ഞാൻ ഉറപ്പ് നൽകുകയാണ്. അതുപോലെ തന്നെ ഇവിടെ വളരെ വ്യത്യസ്തമായിട്ട് തോന്നി ഇവിടെ പ്രകാശനം ചെയ്ത ഈ നാട്ടെഴുത്തെന്ന് പറയുന്ന പുസ്തകം. പണ്ട് എഴുതിയിരുന്നവരാണ്, എഴുതാൻ താല്പര്യമുള്ളവരാണ്, വീർപ്പുമുട്ടി ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവരുടെ എല്ലാം അവർ ഫേസ്ബുക്കിൽ എഴുതിയതും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ളൊരു സംരംഭം തുടങ്ങിയതിന് ശേഷം അവർ രചിച്ചതുമായിട്ടുള്ള രചനകളെ കൂട്ടിവെച്ചുകൊണ്ടാണ് അടുക്കള പുസ്തകം എന്ന് പറഞ്ഞൊരു പുസ്തകം ഇറക്കി. നമുക്ക് പലപ്പോഴും ONV സാറ് ചോദിച്ചതുപോലെ ചോദിക്കാൻ തോന്നും, ഇത്ര നാളം ഒളിച്ചിരുന്നു ഇത്തിരി പൂവേ, ചുവന്ന പൂവേ, ഒളിച്ചിരിക്കുന്ന വാസനകൾ, പല കാരണങ്ങൾ കൊണ്ടും പ്രകാശിപ്പിക്കാൻ പറ്റാത്ത തരത്തിലുള്ള കഴിവുകൾ, പ്രതിഭകൾ എല്ലായിടത്തും ഒരുപക്ഷെ മങ്ങിക്കിടക്കുന്നുണ്ടാവും, മൂടിക്കിടക്കുന്നുണ്ടാവും. അവയെ ഒന്ന് വിളക്കി പുറത്തേക്ക് കൊണ്ടുവരാനുള്ള പരിശ്രമമാണ് ഇവിടുത്തെ NSSൻ്റെ യൂണിറ്റ് ചെയ്തത്. തീർച്ചയായിട്ടും നാട്ടെഴുത്ത് ഈ പ്രദേശത്തെ ആളുകളുടെ മനസ്സിൽ ഒരു ആത്മവിശ്വാസവും ഒക്കെ ഉണ്ടാക്കി കാണുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇത്തരം പ്രവർത്തനങ്ങൾ കൂടുതൽ നന്നായി നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയട്ടെ. അതുപോലെ തന്നെ ഇവിടുത്തെ ഉൽപ്പന്നം വിപണനം, പ്രദർശനമൊക്കെ വെച്ചിട്ടുണ്ട്. ഞങ്ങൾ കൂടുതൽ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ബദൽ ഉൽപ്പന്നങ്ങൾ എങ്ങനെ ആളുകളിലേക്ക് എത്തിക്കാം എന്നുള്ളതാണ്. ശ്രീമതി സീമ മാഡത്തിന്റെ ചിത്രം വരച്ചത് ഉപകാരമായി സമർപ്പിക്കുന്നതിന് മാനേജർ രചനയെ ക്ഷണിച്ചോളൂ.